ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് മുംബൈയിലെ വ്യവസായികൾ, വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരെല്ലാം പങ്കെടുത്ത സിനിമ ടെലിവിഷൻ താരം അനീഷ് രവിയുമായുള്ള രസകരമായ സംവാദ പരിപാടിയുടെ തുടർക്കാഴ്ചകൾ കാണാം. അംശുമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ അനീഷ് രവി നമ്മുടെ കൂടെ ഉണ്ട്, ഫിലിം ആക്ടർ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് വിപുലീകരിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങളെ നോട്ട് ഓൺലി മഹാരാഷ്ട്ര, ഓൾ ഓവർ ഇന്ത്യയിലും ഒക്കെ ഇതിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾ വ്യാപിക്കാനായിട്ട് നമുക്ക് ഇടയാണ്. ഒരു സിനിമയും കൂടി വേണമെങ്കിൽ നിർമ്മിക്കാം. ഞാനിങ്ങനെ മീറ്റിംഗിൽ വന്നപ്പോ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇതിപ്പോ എന്റെ മുന്നിൽ ഒരു വാതായനം ഇങ്ങനെ തുറന്നിട്ടിരിക്കുക. ഇനി സാറിനെ ചുറ്റിപ്പറ്റി എനിക്ക് നിൽക്കേണ്ടിയിരിക്കുന്നത് എപ്പോഴും പ്രതീക്ഷകളാണല്ലോ. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സാർ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഈ രസകരമാക്കണമെങ്കിൽ ചിലപ്പോ ഇങ്ങനെ കവിതയോ പാട്ടോ ഒക്കെ വേണ്ടിവരും. പടിയിറങ്ങുമ്പോൾ പ്രതീക്ഷയായി കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഇനിയൊരു വ്യക്തിയെ പരിചയപ്പെടുത്താം. കുട്ടനാട്ടുകാരനാണ് റെനി ഫിലിപ്പോസ്. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ ഏക മലയാളി പ്രിന്റിംഗ് പ്രസിന്റെ ഉടമയാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷം 2025 അദാനിയുടെ റൈറ്റ്സ് ഇഷ്യൂ 5000 കോടി രൂപയുടെ റൈറ്റ്സ് ഇഷ്യൂവിന്റെ പ്രിന്റിംഗ് ചുമതല പുള്ളിക്കായിരുന്നു. ഈ റൈറ്റ്സ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട, കണ്ടമാനം നോട്ട് ഫോളോ ചെയ്യേണ്ട ഒന്നാണ്. സാധാരണ ക്യാപിറ്റൽ മാർക്കറ്റിലെ എല്ലാ വർക്കും ചെയ്യുന്നത് മാർവാടി മറാഠികളാണ്. അവിടെ ഒരു മലയാളിക്ക് എൻട്രി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ 2019 ഞാൻ ഈ ബിസിനസ്സുമായിട്ട് ഇറങ്ങിയത്. പ്രേംലാൽ സാർ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റിലെ വർക്ക്, IPO, NCD, റൈറ്റ് ഇഷ്യൂസ് വരുമ്പോൾ ഇന്ന് പ്രിന്റിങ്ങിന് തന്നിരുന്നു കഴിഞ്ഞാൽ നാളെ ദില്ലിയിൽ പോകുമെത്താം. അതാണ് ഞങ്ങളുടെ വിജയം. അവിടെയാണ് ഈ ഗുജറാത്തി കാറ്റഗറിയിൽ അല്ലെങ്കിൽ മറാഠി കാറ്റഗറിയിൽ മലയാളിയായിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. പിന്നെ എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു നല്ല വീതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കാറുണ്ട്. 2022 5 പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ വെച്ച് ഞാൻ നൽകിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം 100 തയ്യൽ മിഷൻ നാട്ടിൽ വിതരണം ചെയ്തു. വാക്കുകൊണ്ട് പറയുന്നിടത്തല്ല കാര്യം, നമ്മൾ ചെയ്യുന്നിടത്താണ് കാര്യം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നവരോടൊപ്പം ഇരിക്കുമ്പോൾ വീണ്ടും സന്തോഷം. നമ്മളൊപ്പം ഇരിക്കുന്നവരെല്ലാം തന്നെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം തിരിച്ച സമൂഹത്തിന് നൽകുന്ന പ്രമുഖ വ്യക്തികളാണ്. മറ്റൊരു വ്യക്തിയെ നാം പരിചയപ്പെടുത്താൻ ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജമായ ഡൊംബിവിലി കേരളീയ സമാജത്തിന്റെ ചെയർമാൻ മിസ്റ്റർ വർഗീസ് ഡാനിയൽ. ഈ ഒരു സമാജത്തിന്റെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളും എല്ലാം ഉണ്ട്. അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി 18 കോടി രൂപ ചെലവഴിച്ച് ആ ഒരു സ്കൂൾ പുനർനിർമ്മിച്ച് നൽകിയെന്ന് പറഞ്ഞാൽ അത് മഹാരാഷ്ട്രൻ. അപ്പൊ ആ സ്കൂളിന്റെ ഒരു മഹത്വം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ടോട്ടൽ 28 കോടി രൂപ തന്നുകൊണ്ട് 7 നിലയുള്ള 60,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ആ ബിൽഡിംഗ് കംപ്ലീറ്റ് സ്കൂൾ കെട്ടിടത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ചെയ്തു തന്ന ഒരു മഹാന വ്യക്തിയായിരുന്നു IRBയുടെ ഡയറക്ടറും മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള വീരേന്ദ്ര മാസ്കർജി എന്നൊരു മഹാരാഷ്ട്രം. ഏകദേശം 2 ലക്ഷത്തോളം മലയാളികൾ പാർക്കുന്ന സ്ഥലത്ത് 3 ഹൈസ്കൂളുകളും 1 കോളേജുമാണ് ഇപ്പം നിലവിലുള്ളത്. 8,000-ഓളം മെമ്പർമാരുമുണ്ട്. 14,000 സ്റ്റുഡൻസ് സ്കൂളും കോളേജിലും പഠിക്കുന്ന സ്ഥാപനം കൂടാണ്. സ്കൂളിന്റെ കാര്യം പറയുമ്പോൾ പുതിയ തലമുറയിൽ ഇവിടെ ജനിച്ചു വളർന്ന തലമുറയിലെ 2 വ്യക്തിത്വങ്ങളാണ് ബിജോയ് ഉമ്മൻ ആൻഡ് ഡൊമിനിക് പോൾ. പുതിയ സാങ്കേതിക വിദ്യകളുടെ നൂതന പരിഷ്കാരങ്ങളോടെ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. ഇപ്പോൾ AI പോലുള്ള സാങ്കേതിക വിദ്യകൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠ്യവിഷയമാകുന്ന ഒരു കാലത്താണ് ഇവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻസ് വളരെ മികച്ചതായി തോന്നുന്നത്. നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ചെയ്തു വെച്ച വലിയ കാര്യങ്ങളെ പലപ്പോഴും നമുക്കറിയാം. നമ്മുടെ പിന്നാലെ വരുന്നവർ, നമ്മുടെ വരും തലമുറ എത്രത്തോളം അതിനെ കൈകാര്യം ചെയ്യുന്നിടത്താണ് അതിന്റെ മിടുക്ക്. കാരണം ഒരു സംരംഭം തുടങ്ങാനായിട്ട് എന്തോരം കഷ്ടപ്പെടും നമുക്കറിയാം. രാപ്പകലില്ലാതെ അതിനുവേണ്ടി ഉറക്കം ഒളിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് അവർ നേടിയെടുത്തൊരു സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും അവർ മാറേണ്ടി വരുന്നത്. പക്ഷെ ആ സ്വപ്നത്തിനെ താലോലിച്ച് കൊണ്ടുപോകുന്ന മക്കളാണ് പിന്നാലെ വരുന്നതെങ്കിൽ അതിലും വലിയൊരു ഭാഗ്യമില്ല, സന്തോഷമില്ല എന്നുള്ളതാണ്. As a family, we've been running our institution for more than 35 years now. You were just talking about the introduction of AI. So even we are running a CBSE curriculum at our school. So the board also tells that they are going to make AI as a subject compulsory from classes 3rd onwards, 3rd to 10th. So that's a very meaningful initiative by the CBSE. ഞാൻ ഈ ഒരു കാര്യത്തോടെ എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ അതിനെ പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഞാൻ ചെയ്യുമ്പോൾ എന്നോടൊപ്പം ഉള്ളവരും ചെയ്യും. അതൊരു വിശ്വാസമാണ്. അങ്ങനെയാണല്ലോ എപ്പോഴും ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതൊരു ശക്തിയാണ്, അത് ഒരുമയാണ്, ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ കൂട്ടത്തോടിരുന്നാൽ നമുക്ക് എന്ത് നേടാൻ പറ്റുന്നതാണ്. ഒരുമയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം നിങ്ങളിപ്പോൾ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ആൾക്കാരിങ്ങനെ ഒരുമയോടിരിക്കുമ്പോൾ, നിങ്ങളുടെ അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കുമ്പോൾ, സൗഹൃദം ചേർത്ത് പിടിക്കുമ്പോൾ അതൊരു വലിയൊരു സംഭവമായി മാറാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി വീണ്ടും നേർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൗൺസിലിന്റെ സെക്രട്ടറിയാണ് ഡൊമിനിക് പോളും വിദ്യാഭ്യാസ മേഖലയിൽ
എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളാണ് ഇപ്പോൾ? Sir mentioned the topic of AI. AI is just an example of how things are changing in the world. We are hearing today news of thousands and lakhs of people getting unemployed because the whole the IT sector is what is getting affected first. And I am told, if you have been following the last 3 to 5 months, Anthropic, their new versions of AI has wiped out almost 200 billion from the market. Of course, it is more of the US market because they are more IT centered. But that is going to come in India also. And that is a big challenge in education. Bijoy sir mentioned that AI becoming part of the education. You know, there was a time when we were preparing children for a particular career path. But today, the current graduate doesn't know what job he is going to get into because that job which he planned for doesn't exist or will not exist in the future. So we are in a phase where we are preparing children for a job that does not exist. അനീഷ്, ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി വിദ്യാഭ്യാസ മേഖലയിലും ടെക്സ്റ്റൈൽ മേഖലയിലും പ്രമുഖനാണ്. എന്നാൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. നവജീവൻ, നവോദയ തുടങ്ങിയ ഒരു സംഘടനകള് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെസ്ട്രീറ്റിലെ ചുവന്ന തെരുവിലെ കുട്ടികളെ കല്യാണില് ഇതിനു വേണ്ടി ഒരു പ്രത്യേക ഒരു കെയറിംഗ് ഹോം വെച്ച് അവിടെ അവർക്ക് ഭക്ഷണവും താമസവും കൂടാതെ വിദ്യാഭ്യാസവും നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന വ്യക്തിയാണ് മിസ്റ്റർ വർഗീസ് ഫിലിപ്പ്. ഡോക്ടർ റോയ് ജോൺ മാത്യുവും അതിന്റെ തന്നെ ട്രഷറർ കൂടിയാണ് അദ്ദേഹം. ഈ നവജീവൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ മർത്തോമ സഭയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അതിന്റെ 6 വർഷം എൻ്റെ ട്രസ്റ്റിയായിട്ടിരിക്കാനായിട്ട് ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഓർഫനായിട്ടുള്ള കുട്ടികളെ വളർത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, സമൂഹത്തിൽ അവരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു ചിന്തയോടുകൂടി മർത്തോമ സഭ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് നവജീവൻ. എന്റെ ബിസിനസ് രംഗം എന്ന് പറയുന്നത് എന്റെ ടെക്സ്റ്റൈൽ മില്ലാണ്, തുണിമില്ലാണ്. ഈ മലയാളികളില് അധികം കടന്നു ചെല്ലാത്തൊരു മേഖലയാണ് ഈ തുണിമില്ല് എന്ന ടെക്സ്റ്റൈൽ മില്ല് എന്ന് പറഞ്ഞാൽ. ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. കേരളത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് ഇവിടെ വന്ന ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കുക, അത് തന്നെയല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എന്റെ പ്രസ്ഥാനത്തിൽ, എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 32 വർഷങ്ങൾക്ക് മുൻപേ സഭയായിട്ട് കാമാട്ടിപ്പുര റെഡ് സ്റ്റേറ്റില് കേക്ക് കൊടുക്കുവാനായിട്ട് പോയി. അപ്പം കേക്ക് കൊടുക്കുവാനായിട്ട് അമ്മമാർക്ക് കേക്ക് കൊടുത്തപ്പോഴേ അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇനി എന്തോ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ എല്ലാ വർഷവുമല്ല, എവറി മന്ത് കാമാട്ടിപ്പുര പോകാറുണ്ട് ഞങ്ങളുടെ ഓർഗനൈസേഷൻ. അപ്പോൾ അവിടെ ചെന്ന് ഈ അമ്മമാരോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ട, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. ആ ഒരു വിഷനോട് കൂടെ ചേർന്നാണ് 100 ഏക്കർ സ്ഥലം 31 വർഷങ്ങൾക്ക് മുൻപേ മുറുപാടിൽ മേടിച്ച് നവജീവൻ എന്നും പറഞ്ഞ് തുടങ്ങിയത്. ഇന്ന് കുട്ടികളെ അവിടുന്ന് രജിസ്റ്റർ ചെയ്യുന്ന 653 സ്റ്റാഫ്, ഞാൻ ഉൾപ്പെടെ 653 പേരുണ്ട്. പറയാനായിട്ട് ആഗ്രഹിച്ചത്, അവിടെ വളർന്ന പിള്ളേർ ഒത്തിരി നല്ല കമ്പനികളിലൊക്കെ ഇപ്പം ജോലി ചെയ്യുന്ന പിള്ളേരുണ്ട്. 2 മാസത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തുമ്പം അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ ആ 4 പിള്ളേർ, സഹോദരങ്ങൾ 4 പിള്ളേരും ഒരുങ്ങി നിന്നുകൊണ്ട് ആ പെൺകുട്ടിയുടെ കല്യാണം. അങ്ങനെ ഒത്തിരി കല്യാണമൊക്കെ അവർ കഴിച്ചു പോകുന്നു, വലിയ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നു. ഏകദേശം 10,000 കുട്ടികളെ ഇതുവരെ പഠിപ്പിക്കുവാനായിട്ട് റെസ്ട്രേറ്റ് ചെയ്യുന്ന പഠിപ്പിക്കാനായിട്ട് അതിലെ ഒരു 600 പിള്ളേരെ നല്ല ഉന്നത പൊസിഷനിൽ എത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. താൻ പോകുമ്പോൾ തന്നോടൊപ്പം ഉള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ട്. ആ മനസ്സുള്ള നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യന്. അങ്ങനെ ഒരുപറ്റ മനുഷ്യ സ്നേഹികളോടൊപ്പം നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷം തോന്നുമ്പോൾ കുട്ടനാടൻ പാട്ടല്ല, ഒരു വള്ളപ്പാട്ട് തന്നെ പാടാം. സാർ നേരത്തെ പറഞ്ഞ പോലെ, പ്രേംലാൽ സാർ നേരത്തെ എൻ്റെ പറഞ്ഞ്, അനീഷിനൊരു പാട്ടുണ്ടല്ലോ. അതിങ്ങനെയാണ്, ഞാൻ ഇത്തരം വേദികളെ സ്ഥിരമായി എൻ്റെ പാറ്റേൺ എനിക്കാണ് കേട്ടോ. എവിടെ പോയാൽ മിക്കവാറും നോക്കുമ്പോൾ കാണാം അത് എൻ്റെ പാട്ടായിട്ട് വരാറുണ്ട്. പക്ഷെ ഞാനല്ലാതെ പഴയ പാട്ടാണത്. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ഞാൻ പോലും അറിഞ്ഞില്ല, വളരെ പോസിറ്റീവായിട്ടുള്ള കുറെ അനുഭവങ്ങള്, കുറെ ഇഷ്ടങ്ങള്, കുറെ സ്വകാര്യതകളൊക്കെയാണ് പങ്കുവച്ചത്. വിത്തറിഞ്ഞു കൈകുഴയുമ്പോ പാടുന്നൊരു പാട്ട്. അംശുബിയുടെ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരി ന്യൂസ്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritveni Hair Elixir for Women. Azure Builders, building beyond blue.